പിണ്ടിമന വെറ്റിലപ്പാറയിലെ വീട്ടമ്മയുടെ കൊലപാതകം നാട്ടുകാരെ അമ്പരിപ്പിച്ചു. ദമ്പതികൾ തമ്മിൽ വഴക്ക് പതിവായിരുന്നെങ്കിലും കൊലപാതകത്തിൽ എത്തുമെന്ന് ആരും കരുതിയിരുന്നില്ല. വ്യാഴാഴ്ച രാത്രിയാണ് ചിറമേൽ സിമി കൊല്ലപ്പെട്ടത്. സിമിയുടെ സംസ്കാരം ശനിയാഴ്ച മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിൽ നടത്തും. വെറ്റിലപ്പാറ രാജീവ് ഗാന്ധി ദശലക്ഷം നഗറിലെ വീട്ടിൽ വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകം നടന്നത്. ചിറമേൽ ബിജുവിന്റെ ഭാര്യ 47 വയസ്സുള്ള സിമിയാണ് കൊല്ലപ്പെട്ടത്. രക്തത്തിൽ കുളിച്ച് മുറ്റത്ത് വീണ നിലയിലാണ് അയൽവാസികൾ സിമിയെ കാണുന്നത്. കഴുത്തിലെ മുറിവിൽ നിന്നും രക്തം വാർന്നൊഴുകിയിരുന്നു. അയൽവീട്ടിലെ കാറിൽ കയറ്റിയാണ് സിമിയെ കോതമംഗലത്ത് ധർമ്മഗിരി ആശുപത്രിയിലെത്തിച്ചത്. കൈത്തണ്ടയിൽ മുറിവ് പറ്റിയതിനെ തുടർന്ന് ബിജുവിനെയും കാറിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. സിമി വൈകാതെ മരിച്ചു. ബിജുവിന്റെ ഇടത് കൈത്തണ്ടയിൽ ആഴത്തിലുള്ള മുറിവാണുണ്ടായിരുന്നത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയ ശേഷം പോലീസ് നിരീക്ഷണത്തിലാണ് ബിജു ആശുപത്രിയിൽ തുടരുന്നത്. പ്രണയബന്ധത്തിലൂടെ വിവാഹിതരായ ബിജുവും സിമിയും തമ്മിൽ കുടുംബവഴക്ക് പതിവായിരുന്നു. വ്യാഴാഴ്ച രാത്രിയിലും വഴക്ക് ആവർത്തിച്ചുവെന്ന് അയൽവാസികൾ പറഞ്ഞു. ഒരു തവണ സിമിയെ പുറത്താക്കിയ ശേഷം ബിജു വീടിന്റെ വാതിൽ അടച്ചിരുന്നു. വാതിൽ ബലമായി തുറന്നാണ് സിമി പിന്നീട് അകത്ത് കടന്നത്. ഇതിനുശേഷമാണ് മൽപ്പിടുത്തവും വെട്ടിപ്പരിക്കേൽപ്പിക്കലും ഉണ്ടായത്. ഈ വഴക്ക് ഇങ്ങനെയൊരു ക്രൂരതയിൽ കലാശിക്കുമെന്ന് അയൽവാസികളും കരുതിയിരുന്നില്ല. അപ്പോൾ ഇവര് എന്നും ഇങ്ങനെ വഴക്കുള്ളതാണ്. അപ്പം നമ്മളത്ര ശ്രദ്ധിക്കുമല്ലോ. എന്നും ഇങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മകളും ഒക്കെ കൂടി ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഒരു വീടായി പല വഴക്കുണ്ടല്ലോ കാര്യങ്ങളും. അപ്പം ഞാൻ അത്ര ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി വാതിൽ കുട്ടി അടച്ചു. അയാൾ വാതിൽ വെച്ച് പുള്ളിക്കാരത്തി മുറ്റത്ത് ആക്കി. പുള്ളിക്കാരത്തി ഓടി വന്നിച്ച് ആ തൂമ്പ എടുത്തുകൊണ്ടു വാതിൽ കുട്ടി. അതാണ് ആ വാതിലിന് അങ്ങനെ മുട്ട ആ തൂമ്പ വെച്ച് അടിച്ചടിച്ച് തുറന്നു. പുള്ളിക്കാരത്തി അങ്ങ് കയറിപ്പോയിട്ട് അവിടെ കിടന്ന് ഒളിക്കണോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല, ഉണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇറങ്ങി അവിടെ മേശയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേ ഞാൻ കണ്ടത്. അപ്പം ഞാനിങ്ങനെ നോക്കി എന്നായിരിക്കും അങ്ങനെ നിൽക്കണേന്നുള്ള രീതിയിൽ ഞാൻ നോക്കി. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ ഇറങ്ങി വന്നു പിടിച്ച് വയ്യ. അപ്പോഴത്തേക്കും മുറ്റത്ത് കൊണ്ടുപോയി മറിഞ്ഞു വീഴുന്നു. അപ്പോഴത്തേക്കും പെണ്ണ ഓടി വന്നു വിളിച്ചു. പക്ഷേ മിണ്ടണമൊന്നുമില്ല. 2 പ്രാവശ്യം അയ്യോ എന്ന് പറഞ്ഞു. അത്രേ ഞാൻ കേട്ടു. ധർമ്മഗിരി ആശുപത്രിയിൽ വച്ച് ഇൻസ്പെക്ടർ പ്രശാന്ത് കുമാറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസ് പൂർത്തിയാക്കി. ബന്ധുക്കളുടെയും അയൽവാസികളുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലെ ക്ലീനിംഗ് സ്റ്റാഫായിരുന്നു സിമി. ബിജു കെട്ടിട നിർമ്മാണ മേഖലയിലെ തൊഴിലാളിയാണ്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11-ന് മാലിപ്പാറ സെന്റ് മേരീസ് പള്ളിയിൽ നടത്തും. GTV ന്യൂസ്, കോതമംഗലം.